20-ാം തീയതി ട്രംപ് അധികാരത്തിലെത്തുകയാണ്. പക്ഷേ ട്രംപ് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരെ പോലെ അല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ഇന്നലെ വീണ്ടും പറഞ്ഞിരിക്കുന്നു കാനഡ 51ാമത്തെ സ്റ്റേറ്റായി അമേരിക്കയിൽ ലയിക്കണം. ഗ്രീൻലാൻഡ് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെയാണ്, സ്വയംഭരണമുള്ള പ്രദേശമാണ്. അത് ഞങ്ങളുടെ കൂടെ കിട്ടണം. എൻ്റെ മകനെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവനവിടെ വലിയ വരവേൽപ്പ് കിട്ടി. ഈ 2 സംസ്ഥാനങ്ങളും 2 രാജ്യങ്ങളുടെ ഭാഗമായിട്ടിരിക്കുന്ന പ്രദേശങ്ങൾ, ഒന്നൊരു രാജ്യം തന്നെയാണ്, അത് രണ്ടും അമേരിക്കയുടെ ഭാഗമാകണം. എങ്കിലേ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ ആവുകയുള്ളൂ. അപ്പോൾ ചൈന പറയുന്നത് പോലെ രാജ്യവിസ്തൃതി ഉണ്ടാക്കുക എന്നുള്ളത് പുതിയ ട്രംപിൻ്റെ ലക്ഷ്യമാണോ? രാജ്യവിസ്തൃതി എന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ നിയന്ത്രണത്തിൽ, അത് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ആ ഏരിയ കൊണ്ടുവരണം എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. നമ്മളീ പറഞ്ഞ സ്ഥലം, ഈ കാനഡ, ഗ്രീൻലാൻഡ് എന്നൊക്കെ പറയുന്നത് ആർട്ടിക് മേഖല എന്നറിയപ്പെടുന്നു. അവിടെ നിന്നൊരല്പം കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞോട്ടെന്ന് പറയാം. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കിഴക്കും പടിഞ്ഞാറും ഒക്കെ നമ്മളിങ്ങനെ ആ ഗ്ലോബിൻ്റെ മുകളിലേക്ക് എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ആർട്ടിക് മേഖല എന്ന് പറയും. അപ്പോൾ അത് ഏകദേശം 325 ദിവസവും മഞ്ഞുമൂടിയൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ കാനഡ തന്നെ 3-4 മാസമാണ് തെളിഞ്ഞ് കാണുന്നത്. ബാക്കി മുഴുവൻ മഞ്ഞില്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ് കാനഡയുടെ തീരപ്രദേശത്ത് കുറച്ച് സ്ഥലത്താണല്ലേ ഈ സായിപ്പന്മാർ പോവുകയും അവിടെയുള്ള മനുഷ്യരെ വെട്ടിയും കുത്തിയും കൊന്നും തീയിട്ടും ഒക്കെയാണ് കാനഡ ഉണ്ടാകുന്നത്. അല്ലാതെ ഇത് സായിപ്പന്മാരുടെ രാജ്യമൊന്നുമല്ല. യൂറോപ്യന്മാർ പോയിട്ട് അങ്ങനെ, അമേരിക്ക അങ്ങനെയാണ്. റെഡ് ഇന്ത്യൻസിനെ ഒഴിവാക്കിയിട്ടാണ് എത്ര പേരെ കൊന്നുകളഞ്ഞിട്ടാണ് ഇവർ സായിപ്പന്മാർ അവരുടെയാണെന്ന് പറയുന്നത്. സായിപ്പന്മാരാണ് അവിടെ വാസ്തവത്തിൽ കയറി വന്നവർ, തദ്ദേശീയരെ കൊന്നുകളഞ്ഞു. അതുപോലെയാണ് കാനഡയിൽ കുറെ കൂടെ ക്രൂരമായിരുന്നു കൊലപാതകങ്ങളൊക്കെ. വംശഹത്യ എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയില്ല. ഇതൊന്നും കാനഡയുടെ നേർക്ക് ഉന്നയിക്കാൻ പോലും ഇടതുപക്ഷത്തിനും ധൈര്യമില്ല, വംശഹത്യ എന്നുള്ള വാക്ക്. കാരണം അവരാണ് ഈ നരേറ്റീവ് ബിൽഡിങ്ങിൻ്റെ ഉസ്താദുമാർ. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് കുറേ സീ റൂട്ടുകൾ തുറന്നു, സീ ലൈൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ മഞ്ഞ് വീഴ്ച താരതമ്യേന കുറവാണ്. ആ ഭാഗത്ത് ഒരുപാട് ധാതു നിക്ഷേപം ഉണ്ട് ആർട്ടിക് മേഖലയിൽ. അതിൻ്റെ കൺട്രോൾ അത് അമേരിക്കയ്ക്ക് വേണം. കാരണം ഈ കാനഡ, ഗ്രീൻലാൻഡ്, പിന്നെ 3ാമതൊരു രാജ്യം കൂടെ ഉണ്ട് അവിടെ, അതാണ് റഷ്യ. അതിപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകളിൽ നിന്ന് ഗ്രീൻലാൻഡുകാർക്ക് സംരക്ഷണം തരാൻ പറ്റും. ഇത് ആ ഏരിയയുടെ കൺട്രോൾ അമേരിക്കയ്ക്ക് വേണം. ഇപ്പോൾ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വേണം ബംഗ്ലാദേശിൽ നിന്ന്. എന്തിനു വേണം? ഇത്രയേ ഉള്ളൂ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. ഒരു വിമാനം നേരെ ഇറക്കാനുള്ള സ്ഥലമില്ല, അതിന് റൺവേക്കുള്ള സ്ഥലമില്ല. അതാണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. പക്ഷെ അവർക്ക് വേണം. അതെന്താണെന്ന് ചോദിച്ചാൽ തെക്ക് ഡീഗോ ഗാർഷ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അവർക്ക് ബേസ് ഇല്ല. ഈ ബേസ് ഇല്ലാത്ത സ്ഥലം അവർ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ ഈ കപ്പൽപ്പട കൊണ്ടാണ്. ഹാരി ട്രൂമാൻ, എബ്രഹാം ലിങ്കൺ, അത് ഒരു കപ്പലൊന്നുമല്ല, ഒരുപാട് കപ്പലും മിസൈലും വിമാനവും ഒക്കെ ചേർന്നിട്ടുള്ള വലിയ സംവിധാനമാണ് അത്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ നേവൽ ബേസ്, അത്ര വലിപ്പമാണ്. അത് വെച്ചിട്ടാണ് കുറച്ചെങ്കിലും അവർ. പക്ഷേ ഈ കപ്പൽപ്പട നീങ്ങിക്കഴിഞ്ഞാൽ അത് വാർത്തയാകുകയും മറ്റ് രാജ്യങ്ങൾ നെറ്റിച്ചുളിക്കുകയും ചേട്ടനെ അവിടെ പോവുക എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വേണം. ബംഗാൾ ഉൾക്കടലിൽ ഒരു പിടി വേണം. ഇപ്പുറത്തും അവർക്ക് പിടിയില്ല. അറേബ്യൻ സീ നോക്കിക്കോ, അതിൻ്റെ പടിഞ്ഞാറേ കര, നമ്മളുടെ ഇവിടെ നിന്ന് പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറായിട്ട് സൗദി അറേബ്യ, UAE, ഖത്തർ, അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ ഖത്തറാണ് അവർക്കൊരു നേവൽ ബേസുള്ള, എയർ ബേസുള്ള സ്ഥലം. നേവലല്ല, എയർ ബേസുള്ള സ്ഥലം. ബട്ട് അവരുടേത് എന്ന് പറയാനൊരു സ്ഥലം അവർക്കില്ല ഈ ഏരിയയിൽ. ഇപ്പോൾ ഇന്ത്യയുടെ 2 വശത്തുമായിട്ട് അവർക്ക് ബേസില്ല. ഇന്ത്യയുടെ വടക്ക് ചൈന, അതേസമയം ചൈനയ്ക്ക് ബർമ്മ വഴി ഒരു പിടുത്തം അവിടെയുണ്ട്. ശ്രീലങ്കയുമായിട്ട് നല്ല പിടുത്തമുണ്ട്. മാൽദീവ്സുമായിട്ട് പിടിക്കാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു. പക്ഷേ വീണ്ടും അത് ക്ലിക്ക് ചെയ്തു എന്നൊക്കെ വരും. ഇങ്ങനെ ചൈനയ്ക്ക് അമേരിക്കയേക്കാൾ കൂടുതൽ സ്വാധീനം ഈ ഏരിയയിലുണ്ട്. അപ്പോൾ ആർട്ടിക് മേഖലയിൽ ചൈനയ്ക്ക് സ്പേസില്ല, പക്ഷേ റഷ്യയ്ക്കുണ്ട്.
ഇപ്പോൾ റഷ്യ അവിടെ ആധിപത്യം നേടും. ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഗുണം റഷ്യക്ക് കിട്ടും. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ദോഷങ്ങളും ഉണ്ട്. കടലിൽ കയറി വരിക ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ പോലും കണ്ടില്ല ഇപ്പോൾ വേലിയേറ്റം കയറി വരുന്നത്. പഴയ പോലെയല്ല, ഇപ്പോഴത്തെ വേലിയേറ്റം പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വീടുകളിലെല്ലാം കയറി വരുന്നു. പണ്ടും ഇത് കയറി വരിക ഇറങ്ങി പോവുക ചെയ്യാറുണ്ട്. നമ്മളുടെ പൂവാർ, വിഴിഞ്ഞം ആ ഭാഗത്തൊക്കെ സ്ഥിരം പ്രതിഭാസമാണ്. അത് കായലോരത്ത് താമസിച്ച ഞാൻ അവിടെ ജനിച്ചവനായതുകൊണ്ട് എനിക്കത് അറിയാം. ഇതിങ്ങനെ വെള്ളം കയറി വരികയും ആരും പരിഭ്രമിക്കുകയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് ഇറങ്ങിപ്പോകും വലിയ ഇറക്കത്തിൻ്റെ സമയത്ത്. അപ്പോൾ ഈ പ്രതിഭാസം വളരെ വലുതായിട്ടാണ് ഈ ഏരിയയിൽ, ആർട്ടിക് ഏരിയയിൽ അനുഭവപ്പെടാൻ പോകുന്നത് മഞ്ഞുരുക്കത്തിൻ്റെ. അപ്പോൾ മഞ്ഞുരുകി കപ്പലുകളോ മറ്റ് പ്രവർത്തനങ്ങളോ ഒക്കെ തുടങ്ങാം എന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഹൂ വിൽ കൺട്രോൾ ദാറ്റ് ഏരിയ? ആ കൺട്രോൾ അമേരിക്കയ്ക്ക് വേണം. അപ്പോൾ അമേരിക്ക സാധാരണ ഡയറക്റ്റ് ആക്രമിച്ച് കീഴടക്കിയ ഒരു രാജ്യത്തെ ആ ഒരു ചരിത്രമില്ല. ബട്ട് അവർ ചെയ്യുന്നത് അതാത് സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ കൺട്രോളിൽ കൊണ്ടുവരും. ഗ്രീൻലാൻഡ് കാശ് കൊടുത്ത് മേടിക്കാമെന്നാണ് പറയുന്നത്. അതെല്ലാം ചെയ്യും. പക്ഷേ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഒരു പാർട്ടായിട്ട് മാറ്റാൻ അവരെ ആലോചിക്കില്ല. ഈ കാനഡയെ ട്രോളിയിട്ടാണ് ട്രംപ് ഗവർണർ ട്രൂഡോ എന്നൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ അത് ആലോചിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ കാനഡ സമ്മതിക്കില്ല എന്ന് ട്രംപിനും അറിയാം. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാനഡ തൻ്റെ കൺട്രോളിൽ നിർത്തുക. ഇപ്പം തന്നെ അവരുടെ കൺട്രോളിലാണ്. ഈ അമേരിക്കക്കാരെ കണ്ടിട്ടാണ് ഈ പൊട്ടൻ നമ്മുടെ ട്രൂഡോ ഈ ബഹളമൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ട്രൂഡോ ഭയങ്കര ചീത്തയല്ലായിരുന്നോ? സ്റ്റുപ്പിഡ്, ഫൂൾ എന്നൊക്കെ അല്ലേ ട്രംപ് വിളിച്ചത്? അതെ, അങ്ങനെ ചെയ്യുമെന്ന് ട്രൂഡോ വിചാരിച്ചില്ല. ട്രൂഡോയുടെ ഒരു പ്രധാന പ്രശ്നം അങ്ങേരുടെ ഈ ഡ്രഗ് ഉപയോഗമാണ്. ഈ കട്ട് എ സോറി ഫിഗർ. ഇപ്പോൾ ഭാരതത്തിനെതിരെ ഹർദീപ് സിംഗ് നിജ്ജറിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം വെച്ചില്ല. അത് കനേഡിയൻ പാർലമെൻറ്റിൽ ട്രൂഡോ പറഞ്ഞു. പാർലമെൻറ്റിൽ അവർ ചോദിച്ചു, തെളിവുണ്ടോ എന്തെങ്കിലും? നിങ്ങളൊരു രാജ്യത്തെപ്പറ്റി പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഒരു തെളിവില്ല. പുള്ളി പറഞ്ഞു, അതെൻ്റെ ഒരു തോന്നലാണ്. തോന്നലോ? അത് വെച്ചിട്ട് വേറൊരു രാജ്യത്തെ നിങ്ങൾ അക്യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ എന്താ കാര്യം? അങ്ങനെ തോന്നി. ആരോ പറഞ്ഞു, ആരാണെന്ന് എനിക്കറിഞ്ഞു. ഇങ്ങനത്തെ പറ്റടിച്ചിട്ടിരിക്കുകയായിരിക്കും. ഇത് അങ്ങർക്ക് വലിയ ദോഷം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഡ്രഗ് ഉപയോഗിക്കുന്ന G20 വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കടന്നു പോയത് ആ മനുഷ്യൻ. വിമാനം പോയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? ആ, വിമാനം കേടായി എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ നന്നായി വിമാനം കേടായി? മോദിക്ക് ഈ വിവരം IB വഴി വിവരം കിട്ടുമല്ലോ. അപ്പോൾ മോദി പറഞ്ഞു, ആരോടും പറയണ്ട, വേറൊരു വിമാനം കൊടുത്തേക്ക്, അയാൾ പൊക്കോട്ടെ തിരിച്ച്, ഓഫർ ചെയ്യും. അപ്പോഴാണ് ഇവർ സത്യം പറയുന്നത്. ആദ്യം വിമാനം കേടായി എന്ന് പറഞ്ഞു. മോദി വിമാനം കേടായത്, കാനഡയുടെ വിമാനം കേടായി എന്ന് പറഞ്ഞാൽ കാനഡയ്ക്കൊരു മോശം. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറൊരു വിമാനം കൊടുക്കുക. ഏത് വിമാനം അവിടെ ടേക്ക് ഓഫ് ചെയ്യുന്ന ആര് നോക്കാനാണ്? അപ്പോൾ ഇവർ പറഞ്ഞു, വേറെ വിമാനം കിട്ടിയാലും പറ്റില്ല, ഈ കക്ഷിക്ക് ബോധം വന്നിട്ടില്ല, ഈ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ശരി, രഹസ്യമായിട്ട് എയിംസിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. അഡ്മിറ്റ് ഒന്നും ചെയ്യണ്ട, കെട്ടുവിട്ട് കഴിയുമ്പോൾ ആശയം ശരിയായിക്കോളും. അഡ്മിറ്റ് ചെയ്താൽ അതൊക്കെ ലീക്കാവും, അത് പ്രശ്നമാകും. ദിസ് ഇസ് ദ ട്രൂത്ത്. എന്നിട്ട് ഇവർ നാടകം കളിക്കാനായിട്ട് കാനഡയിൽ നിന്നൊരു സ്പെഷ്യൽ വിമാനം അയച്ചു. അത് ഇന്ത്യയിൽ വന്നില്ല, ഇംഗ്ലണ്ടിൽ പോയി ഇറങ്ങി. ഇതെല്ലാം കൂടെ പുറത്തായി, നാറ്റക്കേസായി. ഇതൊക്കെ ഈ ലോകരാജ്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. ഇതിന് മുമ്പും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സോവിയറ്റ് യൂണിയൻ്റെ ബ്രഷ്നേവ്, ഫ്രാൻസിലാണെന്ന് എൻ്റെ ഓർമ്മ, ബ്രഷ്നേവ് വന്നിറങ്ങി, പുറത്തേക്ക് വരുന്നില്ല ആൾ. അപ്പോൾ വലിയ സംഭവം, ടാർമാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാഷ്ട്രത്തലവനെ സ്വീകരിക്കാൻ സോവിയറ്റ് യൂണിയൻ്റെ നേതാവല്ലേ അന്ന്. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ രണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ ആൾ വരുന്നില്ല പുറത്തേക്ക്. 20 മിനിറ്റ് എടുത്തു. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി കള്ളു കുടിച്ച് ഉറങ്ങിപ്പോയി. വോഡ്ക അവരുടെ സ്ഥിരം ഇതാണ്. ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ ബ്രഷ്നേവിനെ വിളിക്കാൻ ആർക്കാ ധൈര്യം? വിളിച്ചെണീപ്പിക്കാൻ ഒരുത്തിനും ധൈര്യമില്ല. എണീപ്പിച്ച് തട്ടറായവനെ ഈ വിമാനത്തിനകത്തിട്ട് ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് പീപ്പിൾ വെയർ വെയിറ്റിംഗ്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എണീറ്റു, വിളിക്കാത്തതിന് ശാസിച്ചു, എന്നിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് പുള്ളി പുറത്തിറങ്ങി. ഇത് സംഭവിക്കാറുണ്ട്. ബട്ട് ഇയാൾ ഒരു ഊളനായിട്ട് അറിയപ്പെടും. ബ്രഷ്നേവ് ശരി, അന്ന് അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അതിൻ്റെ പേരിൽ ആരും ബ്രഷ്നേവിനെ കുറ്റപ്പെടുത്തുകയോ പിടിക്കുകയോ ചെയ്തില്ല. ശരി, വെള്ളമടിച്ച് ഇച്ചിരി ഓവർ സ്ലെപ്റ്റ് എന്ന് പറയുമല്ലോ, ആ അവസ്ഥ.
ഇയാളുടെ അങ്ങനെയല്ല, നീയൊക്കെ ബോധം പോകുന്നു, എന്ത് ചെയ്യും? അങ്ങനെ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് G20 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ച് ഓഫായിപ്പോയി 48 മണിക്കൂർ. അപ്പം അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ഇത്രയേ ഉള്ളൂ എന്ന്. അങ്ങേരുടെ പാർലമെൻറ്റിൽ അങ്ങേര് സംസാരിക്കുക, അതിൻ്റെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. എത്ര തവണയാണ് സ്പീക്കർ ഇടപെടുന്നത് അറിയാമോ? കാരണം ഇങ്ങേരുടെ വാക്കുകൾ തെറ്റിപ്പോകുന്നു, ഇംഗ്ലീഷിൽ ഇല്ലാത്ത വാക്കുകൾ പറയുന്നു, ഇതെന്താ ഇതിൻ്റെ അർത്ഥം എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. അപ്പോൾ ആ അർത്ഥം മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായിട്ടാണെന്ന് ഇയാൾ തിരിച്ചടിക്കുന്നു. തീരുമാനം സ്പീക്കർക്ക് വിടുന്നു. പിന്നെ അവിടെ ഒരു കാര്യമുണ്ട്, സ്പീക്കർ സംസാരിച്ച് എല്ലാവരും സൈലൻ്റ് ആവും. ആ ഒരു മര്യാദ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ടോട്ടൽ ബഹളമാണില്ല. സ്പീക്കർക്കൊന്നും ഒരു വിലയില്ല. സ്പീക്കർക്കൊരു വില കൊടുക്കും. സ്പീക്കർ പറഞ്ഞു ഇങ്ങനെ പ്രൈം മിനിസ്റ്റർ ഷുഡ് സ്പീക്ക് ഇൻ ക്ലിയർ ലാംഗ്വേജ്. എൻ്റെ ലാംഗ്വേജ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പ്രൈം മിനിസ്റ്റർ വാശി പിടിക്കുന്നത് ശരിയല്ല. അവർക്ക് മനസ്സിലായില്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കണം. മറ്റേ ഇംഗ്ലീഷ് ആയിരുന്നില്ല എന്നൊന്നും സ്പീക്കർ പറഞ്ഞില്ല, മാന്യന്മാരെ അപമാനിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെയാണ് ട്രൂഡോ. സോ ഹി വാസ് ലുക്കിംഗ് ലൈക്ക് എ ജോക്കർ ത്രൂ ഔട്ട് ദ ഗ്ലോബ്. അപ്പോൾ ട്രംപ് ഇത് വളരെ സീരിയസ് ആയിട്ടായിരിക്കുമോ പറയുന്നത് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിലും കാനഡയുടെ കാര്യത്തിലും? ഇപ്പോൾ പറയുന്നത് വാച്യാർത്ഥത്തിൽ എടുക്കണ്ട, ബട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് ഇതാണ്. പക്ഷേ ഈ ഏരിയ കഴിഞ്ഞ ടൈമിലും ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ശ്രമം ട്രംപ് നടത്തിയെന്ന് അവരുടെ NSA എഴുതിയിരിക്കുന്ന ഒരു ബുക്കിനകത്ത് പുസ്തകം വന്നിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് അതെല്ലാം നടക്കും. അതെല്ലാം ആ ശ്രമങ്ങളൊക്കെ തുടരും. ബട്ട് അതിൻ്റെ ബേസിക്സ് സാധനം ഇതാണ്. ആർട്ടിക് ഏരിയയിൽ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഐസ് ഫോം ചെയ്യുന്നത് കുറയുകയും അപ്രോച്ച് കൂടുകയും ചെയ്തു. അവിടുത്തെ ധാതു നിക്ഷേപം ഒരുപക്ഷെ എണ്ണയായിരിക്കാം, സ്വർണ്ണമായിരിക്കാം, വാട്ടവറിറ്റി. അത് മാത്രമല്ല ഏട്ടാ, ഗ്രീൻലാൻഡിൻ്റെ ഒരു ചിത്രം അറിയാമല്ലോ. ഏറ്റവും വലിയ ദ്വീപാണ്, ഒരു ഭൂഖണ്ഡത്തിന് തുല്യമായ വലിപ്പമുള്ള. അതെ, ആ ലാൻഡ്, അത്രയും വലിയ ലാൻഡ് കിട്ടുക എന്നൊരു സാധനം കൂടെ ഉണ്ടാവും. ലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ബേസ് ഉണ്ടാക്കണം. ലാൻഡ് കൊണ്ട് വേറെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. മനുഷ്യവാസമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സൈനിക താവളമായിരിക്കും ലക്ഷ്യം. 8 മാസമൊക്കെ -ഡിഗ്രിയിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് മനുഷ്യന് താമസിക്കാൻ പറ്റുമോ? ബട്ട് താവളം ഉണ്ടാക്കാം. അതിൻ്റെ പ്രധാന സംഗതി ഇതിൻ്റെ ഈ റിസോഴ്സസ് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ സിമ്പിളി ചൈനയ്ക്ക് പഠിക്കാൻ പോവുകയാണ് അമേരിക്കയും. ചൈനയ്ക്ക് പഠിക്കുകയല്ല, ചൈന വേറൊരു ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് ചൈനയുടെ. അമേരിക്കയുടെ ട്രഡീഷൻ ഇപ്പോൾ പഴയ പോലെ ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുക എന്ന് പറയുന്നൊരു ഏർപ്പാടില്ല. കാരണം അത് തലവേദനയല്ലേ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, അത് നമ്മൾ ഭരിക്കേണ്ട ആ രാജ്യം. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തെ കീഴടക്കുകയൊന്നുമില്ല, രാജ്യത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്തുക. അപ്പോൾ ഗ്രീൻലാൻഡ് ഇൻഡയറക്ട്ലി ഡെൻമാർക്ക് ആൻഡ് ദിസ് കാനഡ, ഇത് നിയന്ത്രണത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഏരിയയിൽ അമേരിക്കയ്ക്ക് ഒരു പിടിയായി. സോ ദാറ്റ് റഷ്യ അൺചലഞ്ച്ഡായിട്ട് കുറേയൊക്കെ റഷ്യ കൊണ്ടുപോകുന്നവർക്കറിയാം. അൺചലഞ്ച്ഡായിട്ട് അങ്ങനെ റഷ്യയുടെ ഒരു സാമ്രാജ്യമായിട്ട് ആ ഏരിയ മാറുന്നത്. അല്ല, ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ടൈമിനേക്കാളും കുറച്ചുകൂടെ അഗ്രസീവ് ആയിരിക്കും എന്ന് തോന്നുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റെല്ലാം കണ്ടിട്ട്. അഗ്രസീവ് ടുവേഴ്സ് ഹൂം? നമ്മളുടെ നേർക്ക് അഗ്രസീവ് ആകുമെന്ന് ഞാൻ കരുതുന്നു. നമുക്കല്ല, ചൈനയ്ക്കെതിരെയോ പലരോടും അഗ്രസീവ് ആകും. പുള്ളി ഒരു അഗ്രസീവ് മനുഷ്യനാണല്ല. ബട്ട് ഈ ജോ ബൈഡൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് തീയിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് 4 വർഷം ഈ തീ കെടുത്താനായിട്ട് ട്രംപ് ചിലവാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു ട്രംപിൻ്റെ ശല്യം. കാരണം അമേരിക്കൻ തിരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് ഒരാൾക്ക് 2 തവണയേ പ്രസിഡൻ്റ് ആവാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് ട്രംപിൻ്റെ. ഈ 4 വർഷം കഴിഞ്ഞാൽ പിന്നെ ട്രംപിന് തലവെക്കാൻ പറ്റില്ല. ട്രംപ് പോലെ വേറൊരാളിന് മത്സരിക്കാം, പക്ഷേ ട്രംപിന് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ട്രംപിനെ ബിസിയാക്കി വയ്ക്കുക 4 വർഷം, അതിനുള്ള ജോലി. അല്ല, അത് തന്നെ ഇപ്പോൾ ബൈഡൻ ചെയ്തല്ലോ. ഓഫ് ഷോർ മൈനിങ് പറ്റില്ല എന്ന് പറഞ്ഞു. ഡ്രിൽ എന്നാണ് ട്രംപിൻ്റെ മുദ്രാവാക്യം. അതൊക്കെയാണ് ഇയാൾ ചെയ്യുന്നത്. മാക്സിമം ഹർഡിൽസ് ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സമയം കൊടുക്കും. പഴയ കുഴപ്പങ്ങൾ ചെയ്ത് നാശമാക്കിയിട്ടിരിക്കുന്ന സാധനം നന്നാക്കി വരുമ്പോഴത്തേക്ക് 4 വർഷം കഴിയും. ദിസ് ഇസ് വാട്ട് ബൈഡൻ. അപ്പോൾ ട്രംപ് ബിസിയായിരിക്കും. സൂപ്പർ ബിസി ആയിരിക്കും. ട്രംപിൻ്റെ ലക്ഷ്യങ്ങൾ. പക്ഷേ ട്രംപ് അത് ബാലൻസ് ചെയ്യുന്നത് വെച്ചാൽ
എല്ലാ ക്രൈസിസിലും ട്രംപ് ഇടപെടാത്ത രീതിയിൽ ഉള്ളൊരു ടീമിനെയാണ് ട്രംപ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒന്നാമത് ഈ നമ്മളുടെ ഇലോൺ മസ്ക് അസാമാന്യമായ പ്രതിഭയും അതുകൊണ്ട് തന്നെ കുറച്ച് ഭ്രാന്തും ഉള്ള ആളാണ്. മസ്ക് ഇപ്പോൾ ജർമ്മനിയുടെ കാര്യത്തിലൊക്കെ പറയുന്നു, ജർമ്മനിയിലെ ചാൻസലറെ മാറ്റണമെന്ന് പറയുന്നു. ഈ പ്രതിഭാശാലികൾക്ക് അതിൻ്റെ കൂടെ ഭ്രാന്തും ഉണ്ടാകും. അതാണ് ഇലോൺ മസ്ക്. ഈ അങ്ങേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് ഇതുപോലത്തെ ഭ്രാന്തൻ പരിപാടികൾ കൊണ്ടാണ്. മറ്റാരും സങ്കല്പിക്കാത്ത കാര്യം പുള്ളി അങ്ങ് സങ്കല്പിച്ചിട്ട് കയ്യിൽ കാശുണ്ട്, അത് മുടക്കി അതങ്ങ് നടത്തുക. ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. അതാണ് മസ്കിൻ്റെ ഒരു ശൈലി. അപ്പോൾ മസ്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കയുടെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യും. ബാക്കി ഇപ്പോൾ പുള്ളിയുടെ ടീമിലുള്ള തുളസി ഗബാർഡാണെങ്കിലും എല്ലാം അമേരിക്കൻ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ തീ കെടുത്താനായിട്ട് ഇവരെ ആയിരിക്കും പുള്ളി നിയോഗിക്കുന്നത്. എന്നിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ട്രംപ് പുറപ്പെടും എന്ന് പ്രാഥമികമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളെ സമയത്തോളം ട്രംപ് ഒരു വലിയ ഫേവറബിൾ ഫാക്ടർ വർത്താനൊക്കെ പറയുമായിരിക്കും. ബട്ട് ട്രംപിന് അമേരിക്കൻ ഇൻട്രസ്റ്റാണ് നമ്പർ 1. അത് കഴിഞ്ഞേ ഉള്ളൂ. അത് തുളസി ഗബാറാണെങ്കിലും കാശ്യപ് പട്ടേലാണെങ്കിലും അമേരിക്കൻ താല്പര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളോടുള്ള മമത. അല്ലെ, അങ്ങനെ ആയിരിക്കണമല്ലോ. ദേ ആർ അമേരിക്കൻ സിറ്റിസൺസ്. പിന്നെ ഇതേ ഉള്ളൂ, അമേരിക്കയിലെ ഹിന്ദുക്കളെ ആരെങ്കിലും ഉപദ്രവിക്കുകയൊക്കെ ആണെങ്കിൽ അവരറിയും. അല്ലാതെ ഇപ്പോൾ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് അവർക്ക് പ്രവർത്തിക്കാം. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യാനും പാടില്ല. ഏതായാലും ട്രംപ് വന്നു കഴിഞ്ഞ് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കാമെന്ന് നമുക്ക് വീണ്ടും സംസാരിക്കേണ്ടി വരും. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.